മടങ്ങി വന്നാൽ ഈ അന്ധവിശ്വാസമില്ലാത്തവരാരാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ നിങ്ങൾ മനസ്സിനെ അലട്ടുന്ന രൂപത്തിൽ നടന്നുപോയ വഴിയിലൂടെ ഒന്ന് തിരിച്ചു വന്നിട്ട് മൊബൈൽ എടുത്തു പോവേണ്ട ഘട്ടം വന്നാൽ നിങ്ങളെ യാത്ര മുടക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ ചേര പായുകയോ പൂച്ച മുറിച്ചു കിടക്കുകയോ വഴി മടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ ലക്ഷണക്കേടായി കാണണ്ട, മറിച്ച് ഇങ്ങനെ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ പടച്ചവനെ, ലാ ഖൈറ ഇല്ലാ ഖൈറുക, നിന്റെ നന്മകളല്ലാതെ നന്മകളില്ല റബ്ബേ, നിന്റെ ഖൈറുകളല്ലാതെ ഖൈറുകളില്ല. അതുപോലെ വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നിന്റെ ഭാഗത്ത് നിന്നുള്ള ലക്ഷണക്കേടല്ലാത്ത വേറെ ലക്ഷണക്കേടില്ല റബ്ബേ. പൂച്ചപായ ലക്ഷണക്കേടല്ല, ചേര മുറിച്ചു കിടക്കൽ ലക്ഷണക്കേടല്ല റബ്ബേ, വഴിമടങ്ങൽ ലക്ഷണക്കേട്. ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്, ഞങ്ങളെ പ്രവർത്തി ദൂഷ്യം കാരണമായി നിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതാണ്. ലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ഇലാഹില്ല റബ്ബേ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിന്നെ കൊണ്ടല്ലാതെ ഇളകാനും ചലിക്കാനും കഴിയില്ല റബ്ബേ, എല്ലാം നിന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കണേ നബിയുനാ റസൂലുള്ളാഹി. ലക്ഷണക്കേട് പറഞ്ഞ് വട്ടം കറങ്ങി ടെൻഷൻ അടിച്ച് ബേക്കോട്ട് പോവണ്ട, മുന്നോട്ട് നടന്നോ. ഒരു പ്രവൃത്തി നിർത്തിവെക്കണ്ട. ഒന്നും അറിയാത്ത മണ്ണിനെയും മതിലിനെയും കുറ്റം പറയണ്ട. മണ്ണും മതിലും അല്ല തെറ്റുകാരൻ, നമ്മളുടെ പോരായ്മയാണ്. നമ്മൾ അവരെ പഴിചാരും. മതിലിന്റെ കുഴപ്പമാണ്, ചുമരിന്റെ കുഴപ്പമാണ്, അവരെന്തറിഞ്ഞു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുറ്റങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ പറയാറുള്ളത് എന്താണ്? കാലത്തിന്റെ മോശം, മക്കള് മോശമായി, കള്ളുകുടിയന്മാരായി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃത്തികേടിൽപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സദസ്സിൽ പറയാൻ പറ്റാത്ത പലതും ഈ സമുദായ അംഗങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും നമ്മൾ കേട്ടുവരാറുണ്ട്. അപ്പോഴും നമ്മൾ പറയലെന്താ? കാലം വളരെ മോശമായി, കാലം വളരെ മോശമായി പോയി. ആഖിർ സമാന്റെ മക്കളാണ്, ആഖിർ സമാന്റെ മക്കളാണ്, കാലം വളരെ മോശമായി പോയി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ഖുദ്സിയ ഹദീസിലൂടെ, ഇബ്നു ആദം എന്നെ ചീത്ത പറയുന്നു, അത് മനുഷ്യർക്ക് നല്ലതിനല്ല. പടച്ച റബ്ബ് പറയുകയാണ്, മനുഷ്യൻ അള്ളാഹനെ ചീത്ത പറയുന്നു, അള്ളാഹനെ ചീത്ത പറയണ്ട, അത് നിങ്ങൾക്ക് നല്ലതിനല്ല. എന്താ അള്ളാഹനെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ അവര് കാലത്തെ ചീത്ത പറയുന്നു. കാലമെല്ലാം മോശമായി പോയി. ആഖിർ സമാന്റെ മക്കള് കാലം മോശപ്പെട്ട കാലം, കുരുത്തം കെട്ട കാലം, മോശപ്പെട്ട കാലം എന്ന് കാലത്തിനെ മോശം പറഞ്ഞിരുന്നു. അത് എന്നെ ചീത്ത പറയലാണ്. കാലം എന്ന് പറയുന്നത് ഞാനാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവുകളെയും പകലിനെയും മാറ്റിമറിച്ച് കാലഘട്ടങ്ങൾ ഉണ്ടാക്കുന്നവൻ ഞാനാണ്. അതിന്റെ പിന്നിൽ ഞാനാണ്. അതിനെ കുറ്റം പറഞ്ഞാൽ എന്നെ കുറ്റം പറയലാണ്. അള്ളാഹു ആകുന്ന എന്നെ കുറ്റം പറയൽ മനുഷ്യ മക്കൾക്ക് നല്ലതിനല്ലെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാണ്. അല്ലേ? നമ്മൾ കാലഘട്ടത്തിൽ കാലമൊക്കെ മോശമായിപ്പോയി. കാലത്തിന് എന്താ മോശം? നബിന്റെ കാലത്ത് 24 മണിക്കൂറാ ഒരു ദിവസത്തിന്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു മാസത്തിന് 29 അല്ലെങ്കിൽ 30 ദിവസം, ഇന്നും അങ്ങനെ തന്നെയാണ്. അല്ലേ? ഒരു കൊല്ലത്തിന് 12 മാസം, ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഒരു മണിക്കൂറിന് 60 മിനിറ്റ്. കാലത്തിന് എവിടെ കുഴപ്പം? നഈബു സമാനനാ വൽ ഐബു ഫീനാ വലാ ലിസമാനിനാ ഐബുൻ സിവാനാ. ഒരു മഹാനായ കവി പാടിയ പാട്ടാണത്. നഈബു സമാനനാ വൽ ഐബു ഫീനാ വലാ ലിസമാനിനാ ഐബുൻ സിവാനാ. നഈബു സമാനനാ, നമ്മൾ സമാനെ ഐബ് പറയുന്നു, സമാനെ കുറ്റം പറയുന്നു, കാലത്തെ കുറ്റം പറയുന്നു. നഈബു സമാനനാ വൽ ഐബു ഫീനാ, ഐബ് സത്യത്തിൽ നമുക്കാണുള്ളത്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാലം മോശമായി പോയി, കാലത്തെയാണ് ഐബ് പറയുന്നത്, കാലത്തെയാണ് ചീത്ത പറയുന്നത്. കാലത്തിനാണോ കുഴപ്പം, അതോ നിനക്കോ? നഈബു സമാനനാ വൽ ഐബു ഫീനാ, നമ്മൾ സമാനെ കുറ്റം പറയുന്നു, കുറ്റം സത്യത്തിൽ നമ്മൾക്കാണ്. വലാ ലിസമാനിനാ ഐബുൻ സിവാനാ വലാ ലിസമാനിനാ ഐബുൻ, നമ്മുടെ സമാനിക്ക് യാതൊരു ഐബുമില്ല, കാലഘട്ടത്തിനൊരു മോശവുമില്ല, കാലത്തിന് യാതൊരു പോരായ്മയുമില്ല. സിവാനാ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് നമ്മളെ കൊണ്ട് കാലത്തിന് മോശമായി എന്നല്ലാതെ കാലത്തിനെ കൊണ്ട് നമുക്ക് മോശമൊന്നും സംഭവിച്ചിട്ടില്ല. അത്ര നല്ല കവിതയാണത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു എന്നതുകൊണ്ട് നമ്മളെ കൊണ്ട് ആർക്ക് മോശമുണ്ടായി? കാലത്തിന്
മോശമുണ്ടായി. കാലം നമ്മളെപ്പറ്റി സങ്കടം പറയും. പടച്ചോനെ, ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ നമ്മളെപ്പറ്റി കാലമാണ് അള്ളാഹിനോട് സങ്കടം പറയുന്നത്. രാത്രി സങ്കടം പറയുന്നു, പകല് സങ്കടം പറയുന്നു, ഭൂമി സങ്കടം പറയുന്നു, ആകാശം സങ്കടം പറയും. നബി മുഹമ്മദ് മുസ്തഫ രാത്രിയും പകലും സാക്ഷികളാണ്. ഭൂമി സാക്ഷിയാണ്, ആകാശം സാക്ഷിയാണ്. ഇതൊക്കെ നമ്മളെപ്പറ്റി സങ്കടം പറയാണ്. പടച്ചറബിനോട് സങ്കടം പറയുമെന്നാണ്, കരയുമെന്നാണ്. നല്ല മനുഷ്യർ മരിക്കുമ്പം ഭൂമി കരയും. നോക്കൂ, നിങ്ങളതൊക്കെ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു. കാലം എന്ന് പറഞ്ഞാൽ രാവും പകലുമാണ്. ഈ രാപ്പകലുകൾ മാറ്റിമറിക്കുന്നവൻ അല്ലാഹുവാണ്. സത്യത്തിൽ അവിടെ ഒന്നും കുഴപ്പമില്ല. രാത്രി സാക്ഷിയാണ്. രാത്രി നിങ്ങൾ ഒരു തിന്മ ചെയ്താൽ നാളെ പരലോകത്ത് ആ രാത്രി നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയും. നിങ്ങൾക്കെതിരെ നന്മ ചെയ്താൽ നിങ്ങൾക്ക് അനുകൂലമായി, തിന്മ ചെയ്താൽ പ്രതികൂലമായി. പകൽ സമയത്ത് തെറ്റ് ചെയ്താൽ പകൽ സാക്ഷിയാണ്. ഭൂമിയിൽ വെച്ച് തെറ്റ് ചെയ്താൽ ഭൂമി സാക്ഷിയാണ്. ഭൂമി സാക്ഷിയാണ്. ഭൂമി നല്ലൊരു റെക്കോർഡറാണ്. ഞാൻ മുമ്പ് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭൂമി നല്ലൊരു റെക്കോർഡറാണ്. നമ്മൾ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും ഭൂമി റെക്കോർഡ് ചെയ്തു വെക്കുന്നു. നിങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നത് പോലെ ഇന്ന് എന്ത് കണ്ടാലും മൊബൈൽ ക്യാമറയിൽ പകർത്തുന്ന നമ്മൾ ബോട്ട് അപകടം, ബസ് അപകടം, ബസ് പുഴയിലേക്ക് മറിഞ്ഞു, ജനങ്ങൾ വപ്രാളപ്പെട്ട് ഓടുമ്പോൾ മൊബൈൽ എടുത്തുകൊണ്ട് ചിത്രീകരിക്കുന്ന യുവാക്കൾ, പോലീസുകാരടക്കം പേപ്പറിൽ വന്നു അല്ലെ, പോലീസുകാരനുണ്ട്. ജനങ്ങൾ മുങ്ങി മരിക്കുമ്പോൾ ഇടങ്ങാറാവുമ്പോൾ പിടിക്കാം. അതുപോലെ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദയനീയത വരുമ്പോൾ, ഒരു വണ്ടി മറിഞ്ഞ് അപകടം പറ്റി കരയുമ്പോൾ ആ കരച്ചിൽ പിടിച്ചെടുക്കുന്നു ആസ്വദിക്കാൻ. എല്ലാം ആസ്വാദനം. നല്ലൊരു ക്യാമറക്കാരൻ, ഒരു നല്ലൊരു ചിത്രകാരനാവാൻ, ഒരു ക്യാമറക്കാരനാവാൻ മത്സരിക്കുന്ന നമ്മളെ മക്കൾ. അത്ഭുതങ്ങൾ കാണുമ്പോൾ അതിലൊന്നൊരു പുതുമയില്ല, അപകടങ്ങൾ കാണുമ്പോൾ പുതുമയില്ല. ഇതൊക്കെ ചിന്തിക്കാൻ പടച്ചവനെ അല്ലാഹു അതിൽ നിന്ന് രക്ഷിച്ചല്ല റബ്ബേ, ഇത് എനിക്കായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ ചിന്തിക്കേണ്ട സമയമാണ്. പക്ഷേ സിനിമകളും നാടകങ്ങളും കണ്ട് വെറും അഭിനയങ്ങൾ മാത്രം കണ്ട് ലോകത്ത് എന്ത് സംഭവിച്ചാലും അഭിനയം പോലെയാണ്. ഇപ്പൊ കരയും. സീരിയൽ കണ്ടാൽ കരയുന്ന പെണ്ണുങ്ങളുണ്ട്. കരഞ്ഞ് തോർത്തുമുണ്ട് പിയാൻ മാത്രം കരയും. എന്താ കാരണം? സീരിയൽ ഓൾ ഇഷ്ടപ്പെട്ട ഓള് തൂങ്ങിച്ചത്തുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് അഭിനയമാണ്, നാടകമാണ്. ഇങ്ങനെ അഭിനയങ്ങളും നാടകങ്ങളും മാത്രം ജീവിതത്തിന്റെ ഭാഗമായി മനസ്സിലാക്കി അതുകൊണ്ട് ഒരു യഥാർത്ഥ അപകടം നടന്നാൽ പോലും അതൊരു സിനിമ കാണുന്നത് പോലെ, ഒരു നാടകം കാണുന്നത് പോലെ പകർത്താൻ മാത്രം ഹൃദയമില്ലാത്ത, ഹൃദയശൂന്യരായി ആധുനിക ലോകം മാറുകയാണ്. നോക്ക് നിങ്ങൾ, ക്രൂരമായ വിനോദം എന്ന് പറഞ്ഞിട്ട് ഈ അടുത്തൊരു ബസ് മറഞ്ഞിട്ട് ജനങ്ങളൊക്കെ മാനസികമായി തകരുന്ന സമയത്ത് ചെറുപ്പക്കാരൻ നിന്നിട്ട് അത് ക്യാമറയിൽ പകർത്തുന്ന രംഗം, പത്രം അതിന്റെ അടിയിൽ കൊടുത്ത കുറിപ്പതാണ് ക്രൂരമായ വിനോദം. സ്വന്തം സഹോദരങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ട് മുങ്ങി മരിക്കുന്ന ഘട്ടത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ട് എന്നറിയാതെ, ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടതെന്നറിയാതെ പുഴന്റെ വക്കത്തിരുന്ന് ജനങ്ങൾ കരയുമ്പോൾ അത് ക്യാമറയിൽ പകർത്താൻ മാത്രം ഹൃദയമില്ലാത്ത ഒരു ലോകം, ആധുനിക ലോകം പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ്. ഒക്കെ സിനിമകളും നാടകങ്ങളും പോലെ അത് കണ്ടും കേട്ടും അത് ജീവിതത്തിൽ പിടിച്ചു കഴിഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ കണ്ടാൽ പോലും അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഒരു മനുഷ്യൻ തയ്യാറല്ല. എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര ആപത്തുകൾ കാണുമ്പോ പടച്ചവനെ നീ എന്നെ രക്ഷിച്ചവനാണ്. ഇടിമിന്നൽ നോക്കൂ നിങ്ങൾ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എത്ര ആളുകൾ മരിച്ചു പോവാറുണ്ട്. കുടുംബത്തിൽപ്പെട്ട 4-5 ആളുകൾ ഒരുമിച്ച് മരണപ്പെട്ടു പോകുന്ന ഇടിമിന്നൽ, അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കേട്ടാൽ നമുക്കെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? പടച്ചവനെ, ഞാൻ എത്ര ഇടിമിന്നൽ കണ്ടവനാണ്. എന്റെ ഈ വയസ്സിനിടയിൽ എത്ര ഇടിമിന്നൽ ഉണ്ടായി. ഇതുവരെ എന്റെ രോമത്തിന് പോലും പോറലേൽപ്പിക്കാത്ത റബ്ബേ, എന്നെ രക്ഷിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനാണവൻ. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്ത അവന് വരുന്നുണ്ടോ? വാഹനം വരുന്ന സമയത്ത് കൂട്ടിയിടിച്ചുകൊണ്ട് കുടുംബത്തിലെ 4 ആളുകൾ ഒരുമിച്ച് മരിച്ചുപോയി. പിഞ്ചോപന മക്കൾ മരിച്ചുപോയി. ഉപ്പ
മരിച്ചതറിയാതെ, മകനത് ആസ്പത്രിയിൽ കിടക്കുന്നു, ഭാര്യ മരിച്ചതറിയാതെ, അപകടഘട്ടം തരണം ചെയ്യാതെ ഭർത്താവ് അവിടെ കിടക്കുന്നു. ഇങ്ങനെ കുടുംബം മുഴുവനും മരിച്ചു പോകുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈമാനുള്ള മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, ആത്മീയത നഷ്ടപ്പെടാത്തവൻ അവർ ആലോചിക്കുക, പടച്ചവനെ, ഞാൻ എന്റെ കുടുംബത്തെയുമായി ഒന്നിച്ചെത്ര യാത്ര ചെയ്തവനാണ് റബ്ബേ. ഈ വയസ്സിനിടയിൽ തിരക്കുള്ള റോട്ടിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് റബ്ബേ, വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു പോറലേൽപ്പിക്കാതെ എന്നെ കാത്ത റബ്ബേ, നീ എനിക്ക് ചെയ്ത നിയാമത്ത് വലുതാണ് റബ്ബേ എന്നോർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ശുക്ർ കൊണ്ട് മടങ്ങേണ്ടവനാണ്. അതിനല്ലേ അല്ലാഹു തആല ഓരോന്ന് കാണിച്ചു തരുന്നത്. ഒരു കുടുംബത്തിലെ 4 ആളുകൾ ഒരുമിച്ച് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ എത്ര കുടുംബവുമായി വാഹനത്തിൽ പോയി, നിങ്ങൾക്കും അങ്ങനെ ഒരു അപകടം വരാൻ സാധ്യത ഉണ്ടായിരുന്നില്ലേ? പടച്ച റബ്ബിന്റെ കാവലാണ്. അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങളെ കാക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. ആരാണ് രാവും പകലും നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യുന്നത്? അല്ലാഹു അല്ലാതെ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശുക്ർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങേണ്ടതിന് പകരം, ഒരു 2 റക്അത്ത് നിസ്കാരം വർദ്ധിപ്പിക്കേണ്ടതിന് പകരം, അതിനെപ്പറ്റി ബോധമില്ലാതൊക്കെ ചിത്രീകരിക്കാനാണ് എന്താണ് വഴി എന്ന് പറയുന്ന ആത്മാവില്ലാത്തൊരു ലോകത്തേക്ക് ആധുനിക ലോകം നീങ്ങുകയാണ്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ.